പോളിനോമിയൽ ഫംഗ്ഷൻ. എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻ? ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ സെറ്റ് ബി പോളിനോമിയൽ ഫംഗ്ഷൻ, അതായത് a0 അതായത് a1x പ്ലസ് a2x പ്ലസ് എങ്ങനെ രീതിയിലായിരിക്കും. എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം ഒരു കോൺസ്റ്റന്റ്, പിന്നെ ഒരു കോൺസ്റ്റന്റ് ടൈംസ് ഒരു എക്സ് ടൈം, പിന്നെ ഒരു കോൺസ്റ്റന്റ് ടൈംസ് എക്സ് സ്ക്വയർ ടൈം, പിന്നെ ഒരു കോൺസ്റ്റന്റ് ഏതൊരു കോൺസ്റ്റന്റ് 1 2 3 ഏത് നമ്പറും ആകാം ടൈംസ് എക്സ് റൈസ് ടു n. അപ്പം എന്ത് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ഡിഗ്രി എന്തെന്ന് പറയും? പോളിനോമിയൽ എന്ന് പറയും. n ഈസ് എ നോൺ നെഗറ്റീവ്. ശ്രദ്ധിക്കണം, ഇൻറ്റിജർ a0 എല്ലാം റിയൽ നമ്പർ വരുന്നതാണ്. അതായത് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഈ ഒരു രീതിയിൽ, എക്സ് റൈസ് ടു 4 പ്ലസ് റൂട്ട് 2x ഇതെല്ലാം എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻ. അടുത്ത റൈസ് ടു 3/2 ഇസ് നോട്ട് എ പോളിനോമിയൽ. എന്തുകൊണ്ടാണ്? ഈ ഒരു 3/2 2/3 എന്ന് പറയുന്നത് എന്താണ്? അതായത് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, 2/3 എന്തല്ല? ഇൻറ്റിജർ അല്ല. ഓക്കെ, അതാണ് എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. ഞാനൊരു ഫംഗ്ഷൻ എഫ് തന്നിരിക്കുന്നു. എക്സ് ബിലോങ് ടു റിയൽ നമ്പർ, റേഞ്ച് ഓഫ് എഫ്, ഡൊമൈൻ എന്ന് പറയുന്നത് എല്ലാ എക്സും, എക്സ് റിയൽ നമ്പർ വരുന്നു. റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് സ്ക്വയർ, എക്സും ബിലോങ് ടു എന്താണ്? റിയൽ നമ്പർ. ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമ്മൾ അതിലെ വാല്യൂ പ്ലോട്ട് ചെയ്യുക. 2ന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ 4 ആയിരിക്കും, 4ന് കറസ്പോണ്ടിങ് വാല്യൂ 62, 1ന് കറസ്പോണ്ടിങ് 1, -2ന് കറസ്പോണ്ടിങ് 4. അപ്പം നമ്മൾ ഈ വാല്യൂ എല്ലാം കൂടെ എന്ത് ചെയ്യാണ്? പ്ലോട്ട് ചെയ്യാണ്. അതായത് എഫ് ഓഫ് 1, എഫ് ഓഫ് 2, എഫ് ഓഫ് -2 4. ഓക്കെ, ഈ വാല്യൂ 2 4, -2 4, 1ന് 1, -1നും 1, ഇതെല്ലാം കൂടെ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു ഗ്രാഫ് കിട്ടും. ഇതൊരു പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രിയുടെ ഗ്രാഫാണ്. ഇതുപോലെ എക്സ് ക്യൂബിൻ്റെ ഗ്രാഫും. ഇതിനെപ്പറ്റി ഒരു ഐഡിയ വേണം, ബേസിക് ഗ്രാഫ്സ്. പിന്നെ നമുക്ക് ഹയർ ടോപ്പിക്കിലോട്ട് പോകുമ്പോഴത്തേക്കും ഈസി ആയിരിക്കും. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. കാരണം എന്തുകൊണ്ടാണ്? പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എഫ് ഓഫ് 2 8, പക്ഷേ എഫ് ഓഫ് -3 -27. കാരണം നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ അതിൻ്റെ ക്യൂബിക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയായിരിക്കും നമുക്ക് എക്സ് സ്ക്വയറിൻ്റെയും എക്സ് ക്യൂബിൻ്റെയും ഗ്രാഫ് കിട്ടും. റാഷണൽ ഫംഗ്ഷൻ. എന്താണ് റാഷണൽ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ന്യൂമറേറ്ററിൽ ഒരു ഫംഗ്ഷൻ കാണും, ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ കാണും. എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ പോളിനോമിയൽ ഫംഗ്ഷൻ. ഡിനോമിനേറ്ററിൽ ഒരിക്കലും 0 വരാൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ 1/x. കാരണം 1 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്, അതിനൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. എന്തുകൊണ്ടാണ്? 1 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 0 എന്ന് എടുക്കുക. 0 ഡിഗ്രി ഉള്ളൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഡിനോമിനേറ്ററിൽ എത്ര വരുന്നു? എക്സും വന്നിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ -2 ഇട്ട് കൊടുത്താൽ -0.5 കിട്ടും ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. 2 ഇട്ടെടുത്താൽ 0.5 കിട്ടും. പക്ഷെ 0യുടെ അടുത്തൊരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അതായത് എഫ് ഓഫ് 0.1 കൊടുക്കുക, എത്ര കിട്ടും? 1/0.1 10 കിട്ടും, വലിയ വാല്യൂ കിട്ടും. എഫ് ഓഫ് 0.01 1/0.01 കിട്ടും, 100 കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് 0യുടെ അടുക്കുന്നതനുസരിച്ച് ഈ വാല്യൂ എന്താകുന്നത്? വലുതാകുന്നത്. ഇനി എഫ് ഓഫ് 0.001 ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടും. ഇനി എഫ് ഓഫ് -0.01 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1/0.01 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? -100. അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് സൈഡിലോട്ട് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പം ഇതാണ് 1/x. ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ ഗ്രാഫ്, 1/x റെസിപ്രോക്കൽ ഗ്രാഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ വിളിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? റാഷണൽ ഫംഗ്ഷന്റെ ഗ്രാഫ്. മോഡുലസ് ഫംഗ്ഷൻ. എന്താണ് മോഡുലസ് ഫംഗ്ഷൻ? നമ്മൾ റിയൽ നമ്പറിലോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയും. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. വായിക്കുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ പാടില്ല. അതായത് ഫോർ ഈച്ച് എ നോൺ നെഗറ്റീവ് വാല്യൂ ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബട്ട് നെഗറ്റീവ് വാല്യൂസ് എന്താണ്? നെഗറ്റീവ് ഓഫ് ദി വാല്യൂ ഓഫ് എക്സ്. എൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് ഒരു ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്, അതേ വാല്യൂ തന്നെ എടുക്കുക. നമുക്ക് അതായത് കാര്യം ഇത്രയേ ഉള്ളൂ, അതിൻ്റെ എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, സൈൻ വേണ്ട. അതായത് എഫ് ഓഫ് 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ മീനിങ്?
2 തന്നെ അങ്ങ് എടുക്കുക, കാരണം 2ന്റെ മാഗ്നിറ്റ്യൂഡ് 2 തന്നെയാണ്, പോസിറ്റീവാണ്. പക്ഷെ -3 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടണേ നെഗറ്റീവ് ഓഫ് ദാറ്റ് വാല്യൂ എടുക്കും. എന്തുകൊണ്ടാണ്? നെഗറ്റീവ് ഓഫ് -3 എത്ര കിട്ടും? +3 കിട്ടും. അതുകൊണ്ടാണ് അവർ x<0 നെഗറ്റീവ് എക്സ് എടുക്കുക. അതായത് ഓൾറെഡി വാല്യൂ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂന്റെ ഫ്രണ്ട് വീണ്ടും കൊണ്ട് ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്താകും? പോസിറ്റീവ് ആവും. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് x>0, അതായത് f(x) = x, ഇത് -x എന്ന് പറയുന്ന ഗ്രാഫാണ്. കാരണം നെഗറ്റിവിറ്റിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ വീണ്ടും ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് ഓഫ്, കാരണം x<0 എന്ന നെഗറ്റീവ് ആണ്, -2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഫംഗ്ഷൻ വാല്യൂ ഇട്ട് കൊടുക്കുക, നെഗറ്റീവ് ഓഫ് -2. കാരണം f(-3) എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് വീണ്ടും ഒരു നെഗറ്റീവ് ഇടുക. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ഇടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പോസിറ്റീവ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് ഒരു അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. f(x) = x when x>0, -x when x<0. സിഗ്നം ഫംഗ്ഷൻ. എന്താണ് സിഗ്നം ഫംഗ്ഷൻ? വീണ്ടും റിയൽ നമ്പർ ടു റിയൽ നമ്പർ. എക്സിന്റെ വാല്യൂ >0 ആണ് 1 എടുക്കുക, 0 ഉള്ളപ്പോൾ 0 എടുക്കുക, <0 ഉള്ളപ്പോൾ -1 എടുക്കുക. കാര്യം ഇത്രയേ ഉള്ളൂ. f(3) എന്ന് ചോദിച്ചാൽ എത്ര എടുക്കുക? 1. f(10) എന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 1. f(-5) എന്ന് ചോദിച്ചാൽ എത്രയാണ്? കാരണം അത് <0 ആണ്, -1. f(-100) ചോദിച്ചാൽ എത്രയാണ്? -1. 0യിലെ വാല്യൂ എത്രയായിരിക്കും? 0. ഇതിനെയാണ് നമ്മൾ സിഗ്നം ഫംഗ്ഷൻ. ഇതിന് നിങ്ങൾക്ക് വേറെ ഹയർ ആയിട്ടുള്ള കുറച്ച് മാത്സ് ഉണ്ട്, ഫോറിയർ ട്രാൻസ്ഫോം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയുള്ള ഹയർ ആയിട്ടുള്ള മാത്സിലോട്ട് വരുമ്പോഴത്തേക്കും, ലാപ്ലേസ് ട്രാൻസ്ഫോം ഇങ്ങനെയുള്ള ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഈ സിഗ്നം ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫംഗ്ഷൻസിനെ നിങ്ങൾക്ക് അനാലിസിസ് നടക്കും. ഹയർ ക്ലാസ്സസിലോട്ട് ഇതെന്തുള്ളതാണ് ആവശ്യമുള്ള ആ സമയം. ഇപ്പം ജസ്റ്റ് ബേസിക് ഐഡിയ മാത്രം മതി. ഫോറിയർ ട്രാൻസ്ഫോം ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു സിഗ്നം ഫംഗ്ഷൻ ഉപയോഗിച്ചൊരു ഫംഗ്ഷനെ മോഡിഫൈ ചെയ്യുക. അങ്ങനെ ഒരു ഹയർ ക്ലാസ്സിലോട്ടാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ബേസിക് എന്താണ് സിഗ്നം ഫംഗ്ഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ ദ ഡൊമൈൻ എന്ന് പറയുന്ന റിയൽ നമ്പർ റേഞ്ച് ഈ 3 വാല്യൂ ഉള്ളൂ, -1, 0, 1. ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇതിനോട് എനിക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x/x എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഓക്കെ, പക്ഷെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x when x ≠ 0. എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? f(x) = അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x/x. അപ്പോൾ x>0 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x ആണ്. അപ്പൊ എത്ര കിട്ടും? ഇത് x/x എന്ന് കിട്ടും. വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. x<0 വന്നാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x എത്രയാണ്? -x ആണ്. ഇതിന്റെ ആൻസർ എത്ര കിട്ടും? -x/x -1 കിട്ടും. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാലും മതി. അതിന് ഗ്രാഫും ഫംഗ്ഷനും ഒരേ ഇതിനെ തന്നെ എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? സിഗ്നം ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഇതിനെ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് GIV അല്ലെ GIF എന്ന് വിളിക്കും. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ വാല്യൂ എന്നും വിളിക്കാം. അതുകൊണ്ടാണ് ഇത് GIF അല്ലെ GIV ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. x belong to R, assume the value of greatest integer less than or equal to x. ശ്രദ്ധിക്കണം, greatest integer less than or equal to x is called greatest integer function. അതായത് f(2.5) എന്ന് പറഞ്ഞാൽ എത്ര എഴുതാം? 2 + 0.5. ഇതിനെ കട്ട് ചെയ്ത് കളയുക, ഇന്റിജർ വാല്യൂ മാത്രം. അതുകൊണ്ടാണ് 2.5 ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കുന്നത്? 2 ആയിരിക്കുന്നത്. 2നും 3ക്കും ഇടയ്ക്കുള്ള ഏതൊരു വാല്യൂ? 2 ആണ്. f(2.99) എത്ര വരും? 2 + 0.99. ആ ഡെസിമലിനെ കട്ട് ചെയ്ത് കളയുക, 2. അതുകൊണ്ടാണ് f(2.5) എന്ന് പറഞ്ഞ് ഇവിടെ വരും. അതിന് കറസ്പോണ്ടിങ് വാല്യൂ 2.999നും എത്ര തന്നെ വരും? 2 തന്നെ വരും. പക്ഷെ f(3.01) ആണെങ്കിലോ വാല്യൂ എത്ര കിട്ടും? 3 കിട്ടും. ഇതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 0ക്കും 0.99 ഇടയ്ക്കുള്ള എല്ലാത്തിൻ്റെയും വാല്യൂ 0 ആയിരിക്കും. കാരണം അവിടെ ഇൻറ്റിജർ ഇല്ല. 1നും 1.99 ഇടയ്ക്കുള്ള എല്ലാത്തിൻ്റെയും വാല്യൂ എത്രയായിരിക്കും? കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെസിമൽ പാർട്ട് എടുത്തും കളയുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ,
ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അടുത്തത് ഇനി നേരെ മറിച്ച് നെഗറ്റീവ് വാല്യൂ ആണ് നോക്കുക. -0.5 ഇനി വരും എനിക്ക് എന്ത് എഴുതാം? -1 + 0.5. അപ്പം ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? -1. f of -0.75 -1 + 0.25 കട്ട് ചെയ്ത് കളഞ്ഞ -1. അതുകൊണ്ടാണ് ഏത് നെഗറ്റീവ് വാല്യൂ എടുത്താലും അതിന് കറസ്പോണ്ടിങ് വാല്യൂ -1 വരെയുള്ള എല്ലാത്തിൻ്റെയും വാല്യൂ എന്തായിരിക്കുന്നത്? -1 ആയിരിക്കും. f of -1.5 പോട്ടെ 1.6 ഏതാണ് വാല്യൂ? -1.6 എത്ര കിട്ടും? -2 + 0.4 കട്ട് ചെയ്യുക. അതുകൊണ്ടാണ് -2. നോക്കുക, -1.6 കറസ്പോണ്ടിങ് -2. ഇതിനെ നമ്മളതുകൊണ്ട് ഈ ഒരു ഷേപ്പ് കൊണ്ട് ഇതിനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? സ്റ്റെപ്പ് ഫംഗ്ഷൻ.